السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അള്ളാഹു ഏറെ അനുഗ്രഹിക്കുന്ന സുബഹിന് ശേഷമുള്ള പ്രഭാത സമയത്ത് അവനിഷ്ടപ്പെട്ട പള്ളിയിൽ ഒരുമിച്ചുകൂടി പരസ്പരം ഈ വേദഗ്രന്ഥത്തിൻ്റെ സാരാംശങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ ഈ ശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ ഖൈറും ബറകാത്തുകളും നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനെക്കുറിച്ച് ഖുർആൻ പറയാറുണ്ട്, ഇത് ബറക്കത്താണ്. നമ്മളൊക്കെ ബറക്കത്ത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. ഖുർആൻ പറയുന്നു, ഖുർആൻ ബറക്കത്താണ്. കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. ഈ വേദഗ്രന്ഥം നാം ഇറക്കിയിരിക്കുന്നു മുബാറക്കായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ്, ബറക്കത്തായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ധാരാളം ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു മാർഗമാണ് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. ദിവസവും 3 ആയത്ത് 4 ആയത്ത് അര പേജ് ഒരു ദിവസം നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബറക്കത്ത് ആ ദിവസത്തിലുണ്ടാവും. 5 ആയത്ത് ഒരു ദിവസം 4 ആയത്ത് അധികം ഓതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബറക്കത്ത് ആ ജീവിതഘട്ടങ്ങളിൽ ഉടനീളം അവനുണ്ട്. ഖുർആനാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ബറക്കത്താണ്. പല ആധുനിക പണ്ഡിതന്മാർ തന്നെ അതിന് വിശദീകരണമായി ശറഹായിട്ട് പറയാറുണ്ട്, ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള വർധനവ് പോലെ ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ ബറക്കത്തുകൾ വർദ്ധിക്കാനുള്ള മേഖലയാണ് ഖുർആൻ പാരായണം. നമ്മൾ ശീലമാക്കണം. ദിവസവും ഒരല്പമെങ്കിലും, അല്ലെ, ഒരു പൊട്ട് തൊടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും അതിൽ നിന്ന് പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകരുത്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ ദിനമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് ഒരല്പം പോലും ഓതാനോ ഉപയോഗിക്കാനോ കഴിയാത്ത ദിവസമാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, സമയത്തിന് വലിയ പ്രാധാന്യമാണ് മുൻഗാമികൾ കൊടുത്തത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടവും വിഷമവും എന്ന് പറഞ്ഞാൽ എനിക്ക് ആയുസ്സിൽ നിന്നൊരു ദിവസം കിട്ടിയിട്ട് അധികമായി ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായി ഉണ്ടാകാറുള്ളത്.
ഒന്ന് സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു നന്മയെങ്കിലും, ഒരു സ്വലാത്തെങ്കിലും, ഒരു ദിക്റെങ്കിലും, ഒരു സ്വതക്കയെങ്കിലും അധികം ചെയ്യാതെ പോയ ഒരു ദിവസമുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായ ദിനമെന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറ്. എന്നാൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച അനുഗ്രഹങ്ങളും ഗുണങ്ങളും മഹത്വങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ടെന്നിരിക്കെ ഇല്ലാത്ത പ്രചാരങ്ങളും ഇല്ലാത്ത പ്രചരണങ്ങളും അതുപോലെ തന്നെ കൽപ്പിക്കുന്ന ബറക്കത്ത് പറയാത്തതിന് പ്രത്യേകം ബറക്കത്ത് പറയാം, ഇന്ന നിർദ്ദേശങ്ങൾ നൽകാത്തതിന് പ്രത്യേകമായി ഇത് നിങ്ങൾ ചെയ്തോളൂ, ഇത് നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകും എന്ന് പറയാം തുടങ്ങിയ പ്രയോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ജനങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഴിതെറ്റിക്കാൻ ഉപയോഗപ്പെടുത്തുക. അതിലൊന്നാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് എത്ര മാധ്യമങ്ങളിലൂടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല നിർദ്ദേശങ്ങളും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വരെ ഇസ്ലാമിക നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, നൊച്ചിക്കാട്ടുമാല എന്ന് പറഞ്ഞൊരു മാലയുണ്ട്, ഭയങ്കര പോപ്പുലറായി മാറിക്കുക. ആർക്കു വേണ്ടിയാണ്? കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നൊച്ചിക്കാട്ട് മാല അല്ലെങ്കിൽ നൊച്ചിക്കാട്ട് റാത്തീബ് ചൊല്ലിക്കഴിഞ്ഞ കുട്ടികൾ എന്ന സന്താനമെന്ന ഭാഗ്യം അവർക്കുണ്ടാകുന്നതാണ്. അത് ഈ അടുത്ത കാലത്ത് കുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ സംഭവമാണ്. എങ്കിൽ അതിനു മുമ്പ് കടന്നുപോയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചു. അവർക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല, അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയാ തുടങ്ങുന്നത്? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബി വ തസ്ലീമൻ യാ അല്ലാഹ്. കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൻ നബി വ തസ്ലീമൻ യാ അല്ലാഹ്. ഹംദും സ്വലാത്തും അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്താനമില്ലാതെ സന്താപമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം നൽകണേ, കടമന്ന് മോളേറി ബേജാറിലുള്ളോരും കടങ്ങൾ കൂടാതെ നീ വീട്ടിത്തായ അല്ലാഹ്. വീണ്ടും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനോടാണ് ചില പ്രാർത്ഥനകളൊക്കെ വരുന്നത്. പക്ഷെ ഈ മാലക്ക് കുട്ടികളെ തരാൻ കഴിവുണ്ട് എന്ന പോരിശ പറഞ്ഞ് ഔലിയാക്കന്മാരുടെ മഹത്വമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിങ്ങൾ വീട്ടിൽ പതിവാക്കിക്കോളൂ, നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും. ആര് പഠിപ്പിച്ചു അതിൽ ബറക്കത്തുണ്ട് എന്ന്? ആ ഒരു ഗുണം അതിനുണ്ടെന്ന് ഏത് ഇസ്ലാമിക പ്രമാണം വെച്ച് നമുക്ക് പറയാൻ സാധിക്കും? ഒരു കാലഘട്ടത്തിൽ നഫീസത്തുമാല, സുഖപ്രസവം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾ നഫീസത്തുമാല ചൊല്ലിയാൽ മതി എന്ന് പറയും. ആരാണ് അങ്ങനെ ഒരു ഇബാദത്ത് നിശ്ചയിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? അതേപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാരെ ചൂഷണം ചെയ്യുന്ന ധാരാളക്കണക്കിന് ചാനലുകളുണ്ട്. അവരങ്ങ് തീരുമാനിക്കും 1-ാം മാസം മുതൽ അവസാനം പ്രസവം വരെ നിങ്ങൾ ഏതൊക്കെ സൂറത്ത് ഓതണം, സുഖപ്രസവത്തിന് ഏത് സൂറത്ത് ഓതണം, കുട്ടി ചൊർക്ക് കൂടാൻ ഏത് സൂറത്ത് ഓതണം, കുട്ടിക്ക് വികലാംഗം സംഭവിക്കാതിരിക്കാൻ ഏത് സൂറത്ത് ഓതണം, അവർ തീരുമാനിക്കും, അവർ പഠിപ്പിച്ചു കൊടുക്കും. ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുക. അതിൽ ഒന്ന് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് 1-ാം മാസത്തിൽ സൂറത്തുൽ അഅലയും സൂറത്തു ത്വാരിഖും പാരായണം ചെയ്യുക. 1-ാം മാസത്തിൽ ഗർഭിണികൾക്കുള്ള നിർദ്ദേശം. 2-ാം മാസത്തിൽ സൂറത്തുൽ ഹുജറാത്ത് ഓതുക. ഇതും ഗർഭവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സൂറത്തുകളോ. എന്താണ് ഇതിന്റെ കറാമത്ത് എന്ന് അവരങ്ങോട്ട് നിശ്ചയിക്കുക. 3-ാം മാസത്തിൽ ഇൻഷിഖാഖ് സൂറത്ത് ഓതുക. ഇത് ഖിയാമത്ത് അടയാളാണ്, അത് വിശദീകരിക്കുന്ന സൂറത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ, ബുദ്ധിയുള്ള മക്കളുണ്ടാകാൻ വേണ്ടി സൂറത്തുൽ ലുഖ്മാൻ പാരായണം. ലുഖ്മാൻ സൂറത്ത് ഒരു ഗർഭിണി ഓതുന്നതിന് കുറ്റല്ല, ശ്രദ്ധിക്കല്ലാവരും. ഒരു ഗർഭിണിയായ സഹോദരി ലുഖ്മാൻ സൂറത്ത് ഓതി, ഇൻഷിഖാഖ് സൂറത്ത് ഓതി, ത്വാരിഖ് ഓതി, ഖുർആനിലെ സൂറത്തുകളാണ്, നല്ലതാണ്. പക്ഷെ അതിന് ഇന്ന പോരിശുണ്ട് എന്ന് പറഞ്ഞത് 3-ാം മാസത്തിൽ ഓതണം എന്ന് പറഞ്ഞ് നിശ്ചയിക്കാൻ ആര് പറഞ്ഞു? അത് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ 6-ാം മാസത്തിൽ സൂറത്ത് യൂസുഫ് ഓതുക. അതിൽ യൂസുഫ് നബിന്റെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് മക്കൾ സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി സൂറത്ത് യൂസുഫ് ഓതിക്കോ എന്ന് പറയാൻ എങ്ങനെ നമുക്ക് പറ്റുക?
7-ാം മാസത്തിൽ സൂറത്തുൽ കൗസർ ഓതിക്കോളിയും. മഹബ്ബത്തുൻ നബി ഉണ്ടാകും കുട്ടികൾക്ക് നബി സ്നേഹം ഉണ്ടാകാൻ വേണ്ടി സൂറത്തുൽ കൗസർ ഓതിക്കോളും ഗർഭിണിയാകുന്ന സമയത്ത്. 8-ാം മാസത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഓതിക്കോളിയും. അതുപോലെ തന്നെ പ്രസവത്തോട് അടുത്ത സന്ദർഭങ്ങളിൽ സൂറത്തു മറിയം 6-ാം മാസം മുതൽ സൂറത്തു മറിയം തുടർച്ചയായി പാരായണം ചെയ്തോളൂ, സുഖപ്രസവം ഉണ്ടാകും. അതിലും മറിയം ബീവിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. എന്ന് വിചാരിച്ച് നാട്ടിലുള്ള എല്ലാവരും സുഖപ്രസവം കിട്ടാൻ വേണ്ടി സൂറത്തു മറിയം ഓതിക്കോളി എന്ന് പറയാൻ നമുക്കെന്ത് വകുപ്പാ? അള്ളാഹ് നിശ്ചയിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി നിശ്ചയിക്കാത്ത ഒരു ആരാധനയെ നമുക്ക് എണ്ണമാക്കി, നമുക്ക് സംഖ്യയാക്കി, നമുക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കാൻ എന്ത് അധികാരമാണുള്ളത്? പ്രസവത്തോടടുത്ത ദിനങ്ങളിൽ 9-ാം മാസത്തിൽ സൂറത്തു യാസീനും സൂറത്തു വാഖിഅയും പാരായണം ചെയ്തോളൂ, സുഖപ്രസവം സംഭവിക്കും. ഇത് കേട്ട്, ഇത് പിൻപറ്റി, ഇതിൽ ഹക്കാണ് എന്ന് വിചാരിച്ച് കൊണ്ട് നടക്കുന്ന എത്ര ഉമ്മമാരുണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെയൊക്കെ അത്തരം വീഡിയോകളുടെയൊക്കെ കമൻറ്റ് വായിച്ചു നോക്കും. ഞാൻ ഈ സംഭവം കേട്ടതിന് ശേഷം എന്നും ഞാൻ പാരായണം ചെയ്യാറുണ്ട്. ചില അമുസ്ലിം സഹോദരികൾ പറയാറുണ്ട്, എനിക്ക് ഈ സൂറത്തുകളൊന്നും അറിയൂല, പക്ഷേ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞത് വലിയ ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് വീക്ഷിക്കുന്നവരുണ്ട്. അപ്പം അവരൊക്കെ ഇതിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അദ്കാറുകൾ, ദുആകൾ ഒരു ഗർഭിണിക്ക് പതിവാക്കുക എന്നതിലേറെ മഹബത്തുള്ള വലിയ കാര്യമാണ്. എന്നാൽ അതിന് ഈ നിലക്കൊരു തർത്തീബുണ്ടാക്കാൻ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും അതിന് പരിചയമല്ല. മറ്റൊന്ന്, നമ്മുടെ നാടുകളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രചാരണങ്ങളിൽ പെട്ട ഒരു പ്രചരണമാണ് അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ നടത്തുന്ന പ്രോഗ്രാമാണ്. ഓൺലൈനിലൂടെ ധാരാളക്കണക്കിന് ആളുകൾ അത് വീക്ഷിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓഫ്ലൈനായി മാറി. എടവണ്ണ പരിസരത്തുള്ള പത്തപ്പിരിയം അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ഓഫീസൊക്കെ തുടങ്ങി. അവിടെ ചില പ്രോഗ്രാമുകളൊക്കെ വെച്ച് ഓട്ടോറിക്ഷൻ്റെ പേരിൽ വരെ അറിവിൻ നിലാവ് എഴുതി വെച്ച് വീടിനുകൾക്ക് അറിവിൻ നിലാവ് പേരിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ ഷെയ്ഖിന്റെ പ്രസംഗത്തിൽ പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് വളർച്ചക്കുറവ് അതുപോലെ തന്നെ ഉള്ള മാനസിക പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ സഹോദരിമാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സൂറത്തുൽ ഇൻഷിഖാഖ് നിങ്ങൾ നന്നായി പാരായണം ചെയ്യണേ. ഇത് സഹോദരിമാരെ ഏറ്റുപിടിക്കണം. ഇദസ്സമാഉൻ ഷഖത്ത് എന്ന സൂറത്തും ഗർഭിണികളും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആ സൂറത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഭംഗി ലഭിക്കണോ നിങ്ങളുടെ മക്കൾക്ക്? ആരാണ് അംഗീകരിക്കുക? നല്ല ഭംഗി ലഭിക്കണോ? സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തോളൂ. ഇത് കേട്ട് ആമീൻ പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. അഫ്സൽ ഖാസിമി അൽ അഹ്സനി സഖാഫി എന്ന വലിയ ബിരുദമുള്ള ഒരു സഖാഫിയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആളുകൾ പെട്ടെന്ന് വഞ്ചിതരാകുന്ന ഒരു നിർദ്ദേശമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും സന്താന സൗഭാഗ്യം വേണോ? നല്ല നല്ല കൺകുളിർമയുള്ള മക്കൾ നിങ്ങൾക്ക് വേണോ? ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചാൽ നിങ്ങൾ ആ ദിക്ർ ചൊല്ലിയാൽ മതി. ആ ദിക്ർ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ എന്ന ഹദീസ് ഒന്നല്ല, അത് മൂപ്പരൊരു ദിക്ർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 10 തവണ ചൊല്ലിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതി. അതേതാ? യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്. ഇത് 10 പ്രാവശ്യം ചൊല്ലുക, എന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഞാൻ ചോദിക്കുന്നതാണ്, യാ മുതകബ്ബിർ അള്ളാഹുവിന്റെ ഇസ്മാണ്, സംശയമൊന്നുമില്ല. യാ അല്ലാഹ് അള്ളാന്റെ ഇസ്മാണ്. ഇത് അതിലേക്ക് ഏച്ചു കൂട്ടാൻ നമുക്കെന്ത് അധികാരമുള്ളത്? നമ്മളോട് ആരാണത് അവിടെ ചൊല്ലാൻ ആവർത്തിച്ച് അത് ചൊല്ലിയാൽ ഇന്ന മഹത്തുണ്ടെന്ന് പറയാനെങ്ങനെ നമുക്ക് പറ്റി? അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ സ്വയം നിർമ്മിച്ചുണ്ടാക്കി അതിനൊരു പ്രത്യേകമായ രൂപഭാവങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ക്രമീകരിക്കുന്നതല്ല മതം. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ആകാശലോകത്തുനിന്ന് നിങ്ങൾക്കുള്ള സന്മാർഗം വരും, നിങ്ങൾ അത് മുറുകെ പിടിക്കാം. എന്നിൽ നിന്ന് ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് എൻ്റെ സന്മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കും.
ആ മാർഗം ആര് പിൻപറ്റിയോ അവൻ ഒരിക്കലും പേടിക്കാനില്ല, വിഷമിക്കാനില്ല. അല്ലാഹ് പഠിപ്പിക്കുന്ന ദീന് മുറുകെ പിടിക്കാന്ന് പകരം പുരോഹിതന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന ആചാരങ്ങളും മാമൂലുകളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നഷ്ടമാണ് ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ, കസീർ എന്ന് ഉപയോഗിച്ചത്, ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നവരാണ്. ജനങ്ങളുടെ പണം നമ്മുടെ കരങ്ങളിലെത്തി അത് കഴിച്ചുകൊണ്ടിരിക്കും. ഒരു കോഴിമുട്ടയാണ് CM മടവൂരിന്റെ പേരിൽ 500 രൂപക്ക് ലേലം ചെയ്തത്. 500 രൂപക്ക് ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് സമ്പത്ത് കവർന്നെടുക്കുകയാണ്. ബദരീങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന ബദർ ദിനത്തിന്റെ പേരിൽ നടക്കുന്നത്, എല്ലാവരും ബദർ ദിന സന്ദേശങ്ങൾ അതിന്റെ സദസ്സിലേക്ക് വരണം. 313 രൂപ ഓരോരുത്തരും കൊടുന്ന് സംഭാവന ചെയ്യണം. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് ചെയ്യാത്ത പിരിവാണത്. ജനങ്ങളെ പിഴിയുകയാണ്. ഇങ്ങനെ ഓരോ ജാറദർഗകളിൽ, നാട്ടിൽ മഹല്ലുകളിൽ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളിൽ ജനങ്ങളിൽ നിന്ന് സമ്പത്ത് കവർന്നെടുക്കുന്നവരുണ്ട്. അതിനു പുറമെ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. നമ്മൾ ഈ പഠിപ്പിച്ച ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കും. യഥാർത്ഥത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നൊച്ചിക്കാട്ടുമാല ഓതിക്കോളൂ എന്നാണോ? നിങ്ങൾ അള്ളാഹിന്റെ കിതാബ് നന്നായിട്ട് ഓതിക്കോളിയും, ദിക്റുകൾ ചൊല്ലിക്കോളിയും, സ്വലാത്തുകൾ ചൊല്ലിക്കോളിയും എന്ന് പറയേണ്ടതിന് പകരം ജനങ്ങൾ അതിന്ന് തെറ്റിക്കാം. സുഖപ്രസവത്തിനും അതുപോലെ തന്നെ അനുബന്ധമായ കാര്യങ്ങൾക്കും പടച്ച റബ്ബേ എന്റെ നല്ല മുറാദുകളെ ഹാസിലാക്കി തരണേ എന്നും അത്തരത്തിലുള്ള നല്ല പ്രാർത്ഥനകളും തഹജ്ജുദ് നമസ്കാരവും സുന്നത്ത് നമസ്കാരങ്ങളും സുജൂദിൽ കടന്നുള്ള പ്രാർത്ഥനകളും പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തികളെ വേറെ രൂപത്തിലേക്ക് പറഞ്ഞ് തെറ്റിപ്പിക്കാം. ഇസ്ലാമിൽ ഇല്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത, നിർവചിക്കാത്ത ദിക്റുകളെ ഒരു സന്ദർഭത്തിൽ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അവിടെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തുകൾ എന്താണോ അത് നിങ്ങൾ പാലിക്കൂന്നാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളിൽ ഞാൻ അള്ളാഹു പഠിപ്പിച്ച സന്മാർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ബോധവാനാവുകയും പഠിക്കുകയും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും അങ്ങനെ യഖീനോടുകൂടെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെ എണ്ണി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ യഖീൻ, ഉറച്ച ഈമാനാണ്. സുമ്മൽ ആഫിയ, യഖീൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി, അനുഗ്രഹമാണ് ഐശ്വര്യമുള്ള, ക്ഷേമമുള്ള, സുഖമുള്ള, ആരോഗ്യമുള്ള ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീനും ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്തു ത്വാഹ ആരംഭിച്ചു. അതിൻ്റെ തുടക്കം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 1-2 ആയത്തുകൾ മാത്രം ചെറിയ ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർ കൂടെ അത് പഠിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ ആവർത്തിക്കുകയാണ്. എല്ലാവരും സൂറത്തു ത്വാഹ തുറന്ന് അതിലെ ആദ്യത്തെ 2 ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. കാണാതെ പഠിക്കാൻ എളുപ്പമുള്ള 2 ആയത്തുകളാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. കാണാതെ പഠിച്ചവർ മാത്രം നോദിക്ക്. ത്വാഹ മാ അൻസൽനാ ما أنزلنا عليك القرآن لتشقى.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. പ്രവാചകരെ, ഈ ഗ്രന്ഥം, ഈ ഖുർആൻ നിങ്ങൾക്കൊരിക്കലും ദൗർഭാഗ്യത്തിന് കാരണമാകൂല. നിങ്ങളെ ക്ലേശിപ്പിക്കാൻ, നിങ്ങളെ നിരാശപ്പെടുത്താൻ, തകർക്കാൻ, തളർത്താനൊന്നും വേണ്ടിയൊന്നല്ല ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആനിന്റെ അവതരണത്തിന് ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഈ ജനങ്ങൾക്ക് ഘട്ടം ഘട്ടമായി 23 കൊല്ലത്തിനുള്ളിൽ മനുഷ്യരുടെ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് വിശദീകരിച്ചു കൊടുത്തതിന്റെ പിന്നിൽ താല്പര്യമുണ്ട്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. 2 ആയത്തുകൾ കൂടെ നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. എല്ലാവരും ഖുർആൻ നോക്കുക. ഞാൻ ഓതി തരുന്ന ഭാഗം ഒന്ന് ഓതുക. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. തൻസീലം മിമ്മൻ ഖലഖൽ അർള. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. خلق الأرض والسماوات العلى. خلق الأرض والسماوات العلى. تنزيلا ممن خلق الأرض والسماوات العلى. إلا تذكرة لمن يخشاه. تنزيلا ممن خلق الأرض والسماوات العلى. ഒരു ആയത്ത്, ഒരു സൂറത്ത് നമ്മൾ ഓതി പഠിക്കുമ്പോൾ അനുബന്ധമായി അതിൽ വരുന്ന നിയമഭാഗങ്ങൾ കൂടെ, തജ്വീദിന്റെ കാര്യങ്ങൾ കൂടെ ചേർത്ത് പോകേണ്ടതുണ്ട്. ഈ ആയത്തിൽ ഇല്ലാ തദ്കിറതൻ ലിമൻ എന്ന് ഓതാൻ പറ്റൂല. തദ്കിറതൻ എന്ന തൻവീന് അവിടെ ഖുർആനിൽ തന്നെ കൊടുത്ത് കാണാം. ഒന്നിങ്ങനെ ചെരിച്ച് ക്രോസ് ചെയ്തിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് ചെരിച്ചായിരിക്കും മറ്റൊരു തൻവീന് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനത്തെ ഘട്ടങ്ങളിൽ പിന്നെ തൻവീന് ശേഷം ലാമ് വരികയും ചെയ്യുകയാണെങ്കിൽ ലാഹിറായിട്ട് ഓതാൻ പാടില്ല. അതായത് തദ്കിറതൻ ലിമൻ എന്ന് വരാൻ പാടില്ല. ആ ലാമിലേക്ക് തൻവീനിനെ ചേർത്തുകൊണ്ടാണ് ഓതുക. അതായത് ഇല്ലാ തദ്കിറതല്ലി, തദ്കിറതല്ലി, തല്ലി, തൻ ലി അല്ല, തല്ലി. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ. അത് കഴിഞ്ഞിട്ട് മൻ യഖ്ശ എന്ന് ഓതാൻ കഴിയില്ല. നൂനു സാക്കിന വന്നാൽ, മൻ എന്ന നൂനിലെ നൂനു സാക്കിന വന്നു, തൊട്ടടുത്ത അക്ഷരം യാ ആണ്. 4 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാലാണ് അങ്ങനെ ഓതുക. ലിമൻ യഖ്ശ, ലിമൻ യഖ്ശ എന്ന് ഓതൂല. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ, യഖ്ശ, ഖശിയ, യഖ്ശ. തൻസീലം മിമ്മൻ. ആയത്തിൽ തൻസീൽ എന്ന് ഓതാൻ പറ്റൂല. തൻസീല, തൻസീലം. പിന്നെയും തൻവീന് ശേഷം മീമു വന്നൊരു ഭാഗത്ത് തൻസീലം മി, തൻസീലൻ മി എന്നല്ല, തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഐനാണ്. വസ്സമാവാതിൽ ഉലാ.
ഒന്ന് ഒരിക്കൽ രണ്ടായത്ത് കൂടി. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഈ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ പ്രത്യേകത പറയാണ്. ഈ വിശുദ്ധമായ ഖുർആൻ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ, ഇത് തദ്കിറത്താണ്, ഒരു സ്മരണയാണ്, ഓർമ്മപ്പെടുത്തലാണ്. ലിമൻ യഖ്ശാ, അള്ളാഹുവിനെ അവനെ ഭയപ്പെടുന്ന ആളുകൾക്ക്. ഖശിയ എന്ന് പറഞ്ഞാൽ പേടിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഈ ഗ്രന്ഥം ഒരു തദ്കിറത്തായിട്ടല്ലാതെ, ഒരു ഓർമ്മപ്പെടുത്തലായിട്ടല്ലാതെ അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇത് ഉത്ബോധനമാണ്. ഇന്ന ഹാദിഹി തദ്കിറ, തീർച്ചയായും ഇത് ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, അള്ളാഹുവിലേക്ക് ആരെങ്കിലും ഒരു മാർഗം തേടി നടക്കുകയാണെങ്കിൽ ഈ മാർഗം സ്വീകരിച്ചോളൂ. ഖുർആനെ പറ്റിയ പറഞ്ഞത് ഇത് ഉത്ബോധനമാണ്, ഇത് ദൈവസ്മരണയാണ്, ഇത് പടച്ച റബ്ബിന്റെ അനുഗ്രഹമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതൊരിക്കലും പ്രവാചകരെ നിങ്ങളെ വിഷമിപ്പിക്കാനോ ദൗർഭാഗ്യവാക്കനാക്കാനോ അവർ പറയുന്ന ആക്ഷേപങ്ങൾ പോലെ ഒന്നുമല്ല. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത വിശദീകരണമുണ്ട്. ഇന്നല്ലാഹ അൻസല കിതാബ, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളയാണ്. 23 കൊല്ലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി ജിബ്രീലിലൂടെ വഹിയിലൂടെയാണ് ഇത് ഇറക്കിയത്. വബഅസ റുസുലഹു റഹ്മത്തുൻ, വേദഗ്രന്ഥങ്ങളുമായി വന്ന എല്ലാ പ്രവാചകന്മാരെയും കാരുണ്യവുമായിട്ടാണ് ആ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഒന്ന് അത്ഭുതത്തോടെ നോക്കൂ നിങ്ങൾ. എല്ലാ പ്രവാചകന്മാരെയും ഉപദ്രവിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ്. ഈ പ്രവാചകന്മാർ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്? ബഅസഹു റഹ്മത്തൻ, അള്ളാന്റെ വലിയ റഹ്മത്തുമായിട്ടാണ് ഒരു നാട്ടിലേക്ക് വരുന്നത്. വറഹിമ ബിഹൽ ഇബാദ്, ഈ ഗ്രന്ഥം തന്റെ അടിമകളോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇന്നത് ശരി, ഇന്നത് തെറ്റ്, ഇങ്ങനെ ജീവിക്കണ്ട, ഇങ്ങനെ ജീവിച്ചോളും. എത്ര പ്രതീക്ഷ നൽകുന്ന ആയത്തുകളും എത്ര നല്ല സന്ദേശങ്ങൾ നമുക്ക് നൽകിയത്. ഇത് കാരുണ്യമാണ്. ലിയതദാക്കറ ദാകിരിൻ, ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ഗുണപാഠം നൽകുന്നതാണ്. അള്ളാന്റെ കിതാബിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. വഹുവ ദിക്റുൻ, ഇതൊരു ഉത്ബോധനമാണ്. അൻസലല്ലാഹു ഫീഹി ഹലാലുഹു വഹറാമുഹു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ ഹലാലാണ്, ഇന്നതൊക്കെ ഹറാമാന്ന് പഠിപ്പിച്ചു തരുന്ന നല്ല ഒരു ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവുമാണ് ഈ ഗ്രന്ഥം. വിശുദ്ധ ഖുർആന്റെ പഠനത്തിനും അനുബന്ധമായ അത്തരം സദസ്സുകൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വാക്കുകൾ നോക്കിയാൽ മതി. നിനക്കൊരിക്കലും ഇത് കാരണം കൊണ്ടൊരു ക്ലേശം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് മനുഷ്യർക്ക് ഏറെ ഭയപ്പെടുന്നവർക്കുള്ള ഉത്ബോധനമാണ്, തദ്കിറത്താണ്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്ന എഴുതപ്പെട്ട ഗ്രന്ഥമല്ല. തൻസീലൻ, ഇത് അവതീർണമായതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. മിമ്മൻ, ഒരുത്തനിൽ നിന്ന്. ആരാണവൻ? ഖലഖൽ അർള, ഈ ഭൂമിയെ ഒരു കേടുപാടുമില്ലാതെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് വേദഗ്രന്ഥമായ ഖുർആൻ ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഈ ഭൂമിയുടെ പ്ലാനിങ്ങിനെ പറ്റി ആലോചിച്ച് നോക്കുക. ആ ഭൂമിയുടെ വ്യവസ്ഥയെക്കുറിച്ച്, അതിനകത്തും പുറത്തുമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അതെല്ലാം പടച്ച റബ്ബിൽ നിന്നാണ് ഖുർആൻ വന്നത്. ഒരു കേടും ഒരു പഴുതും ഒരു പ്രശ്നവും അതിനുണ്ടാവില്ല. ആ ഖലഖൽ അർള, ഭൂമിയെ പടച്ചവനാണവൻ. വസ്സമാവാത്, ആകാശങ്ങളെ മുഴുവൻ പടച്ച റബ്ബാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അൽ ഉല, ഉയർന്ന ഉന്നതമായ ഏറ്റവും മുകളിലുള്ള ആകാശങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നത്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ കാണാം, ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അൽ ആലിയത റഫീഅ, ആകാശത്തിന്റെ ഏറ്റവും മുകളിലുള്ള ആ ആകാശങ്ങളെ പഴുതുകളില്ലാതെ, തൂണുകളില്ലാതെ, കേടുപാടുകളില്ലാതെ, താഴേക്ക് പൊട്ടി വീഴാതെ ഇങ്ങനെ ക്രമീകരിച്ച ആ റബ്ബുണ്ടല്ലോ,
ആ റബ്ബന്നെയാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. ഇത് തദ്കിറത്താണ്, ഇളത്താണ്, ഉപദേശമാണ്, സാരോപദേശമാണ്. നിങ്ങൾ ഇത് മുറുകെ പിടിക്കണമെന്നാണ് അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. മറ്റു ചില വിശദീകരണങ്ങളിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നത് ഹാദൽ ഖുർആൻ അല്ലദീ ജാഅക യാ മുഹമ്മദ്, പ്രവാചകരെ നിങ്ങൾക്ക് ഈ ഇറക്കി തന്നിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥം ഹുവ തൻസീലും മിൻ റബ്ബിക്, നിന്റെ റബ്ബ് തന്നതാ, നിന്റെ റബ്ബ് തന്ന ഗ്രന്ഥമാണിത്. റബ്ബ കുല്ലി ശൈഇൻ വ മലീക, സർവ നിയന്ത്രണങ്ങളുമുള്ള റബ്ബാണ്. അൽ ഖാദിറു അലാ മാ യശാ, ലോകത്ത് എന്ത് വിചാരിച്ചാലും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ നാട്ടില് അള്ളാഹ്ക്കൊരു കഴിവും കൊടുക്കണില്ല, അള്ളാഹ്ക്കൊരു ഗാംഭീര്യല്ല, അള്ളാഹ്ക്കൊരു ഗൗരവം കൊടുക്കണില്ല. അതായത് ഒരു കാലത്ത് ബദരീങ്ങളാണ്, ഉഹദീങ്ങളാണ്, മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞ് അവരോട് പ്രാർത്ഥിച്ചിരുന്ന ഘട്ടം നമ്മളെ നാട്ടിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹിയുദ്ദീൻ ഷേഖാണ്, റിഫായ് ഷേഖാന്ന് പറഞ്ഞ അവർ തമ്മിലുള്ള ഫൈറ്റ് നടന്നിരുന്നൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാവരും കൂടി വന്നിരിക്കുന്നത് CM മടവൂരാണ് സത്യത്തിൽ എല്ലാത്തിൻ്റെയും ഖുത്തുബുൽ ആലം, ലോകത്തിൻ്റെ നേതൃത്വമുള്ളയാളാണ് CM മടവൂർ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂബക്കറിനേക്കാൾ, ഉമറിനേക്കാൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ സഹാബത്തിനെ കണ്ടു ജീവിച്ച ഹസനുൽ ബസരിയെ പോലെ, സുഫിയാനു സൗരിയെ പോലെയുള്ള ആദ്യ ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ, അവരെക്കാൾ ഈ 35 കൊല്ലം മുമ്പ് മരിച്ച ഒരാളാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നെടുംതൂണ് എന്ന് പറയണമെങ്കിൽ എത്ര വിവരക്കേടുണ്ടാവണം. എന്നിട്ട് പോരിശയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. CM മടവൂര് പറഞ്ഞിട്ടുണ്ട്, അനല്ലാ, ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോരിശയെ മദ്ഹാണ് പറയണത്, ഞാനാണ് അല്ലാ. അപ്പൊ എവിടെ എത്തി ഈ വാദങ്ങള്? ഇത് ഏറ്റുപിടിച്ച് നടക്കുകയാണ്. ഇത് അവിടുത്തെ അന്വേഷണങ്ങളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞേക്കാണ് 1 ലക്ഷം രൂപ ആ CM മടവൂരിൻ്റെ ജാറവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ വന്നാൽ 40% ഇതിൻ്റെ പ്രവർത്തകർക്കുള്ളതാണ് അവിടുത്തെ കമ്മീഷൻ. അതുകൊണ്ട് ഇപ്പം എല്ലാവരും അതിൻ്റെ മദ്ഹ് പറഞ്ഞ് പാടി നടക്കണം. ബാക്കിയുള്ളതൊക്കെ നിർത്തിവെച്ചു, അതിൻ്റെ ഒന്നും വരുമാനം വല്ലാതെ കിട്ടണില്ല. ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങൾ സൃഷ്ടികൾ ഇട്ട് കൊടുക്കാണ്. ലോകം നിയന്ത്രിക്കുന്നു. എവിടേക്ക് എത്തി? എല്ലാ നിഅമത്തും CM മടവൂര് തരുന്നതാണ്. എങ്ങനെ അല്ലാഹുവിന്റെ യഥാർത്ഥ കഴിവുകൾ വരെ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോഴാണ് തഫ്സീറിൽ പറഞ്ഞ ഭാഗം, ഈ റബ്ബാണ് ലോകം നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ ഖാദിറായ, വിചാരിച്ചതൊക്കെ നടത്താൻ കഴിവുള്ള അള്ള ഇറക്കിയതാണ്. അല്ലദീ ഖലഖൽ അർള ബിൻഖിഫാലിഹാ വകസാഫതിഹാ, ആ റബ്ബാണ് ഈ ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷിതത്വത്തോടെയും ഇതിനെ സംവിധാനിച്ചത്. وخلق السماوات العلى في ارتفاعها ولطافتها, 7 ആകാശം വരെയുള്ള സർവ്വ ആകാശങ്ങളും പഴുതുകളില്ലാതെ, കേടുപാടുകളില്ലാതെ സുരക്ഷിതമായി പടച്ച റബ്ബാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു കോട്ടവും സംഭവിക്കൂല. ഈ ഗ്രന്ഥം പിൻപറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അബദ്ധവും സംഭവിക്കൂല. അതുമാത്രമല്ലല്ലോ, വിശുദ്ധ ഖുർആൻ പലപ്പോഴുമായി ഓർമ്മപ്പെടുത്തിയ ഭാഗമാണ് ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകരുടെ റബ്ബിൽ നിന്ന് വന്നതാണ്, അവതരിച്ചതാണ്. സൂറത്തു സജ്ദയിലെ 2-ാമത്തെ ആയത്ത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. അസീസായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായതാണ് ഈ ഗ്രന്ഥം. അത് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ നാട്ടിലൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ കാണാം, മരണപ്പെട്ട ഉടനെ അവിടെ വെച്ചുകൊണ്ട് യാസീൻ ഓതും. എല്ലാവരും വരുന്നോര് യാസീൻ ഓതിക്കൊണ്ടിരിക്കും. ആ യാസീൻ ഓതല് മയ്യിത്തിന് വേണ്ടിയാണ് അവർ ഹദിയ ചെയ്യാൻ പോവാണ്. അതേ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്,
ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇനി ആ മയ്യത്ത് എടുത്തിട്ട് പള്ളിക്കാട്ടിക്ക് ചെന്നിട്ട് അതിനെ മറവ് ചെയ്യുന്ന സമയം ഇവിടെ ഉണ്ടോ, നിങ്ങളെ പ്രദേശത്തുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. മയ്യത്തിനെ എടുത്ത് മറവ് ചെയ്ത് മണ്ണിട്ട് മൂടാൻ തുടങ്ങിയാൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത തുടങ്ങിയിട്ട് എല്ലാവരും സൂറത്തുൽ മുൽക്ക് ഓതും. സത്യത്തിൽ സൂറത്തുൽ മുൽക്കിൽ സൂറത്തുൽ മാനിഅ എന്ന ഒരു തഫ്സീൽ കാണാൻ സാധിക്കും. ഇത് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന, ആര് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഖബറിങ്ങിരുന്ന് ഓതിയാലല്ല, ഒരു വ്യക്തി ജീവിതകാലത്ത് മുൽക്ക് സൂറത്ത് പതിവാക്കിയാലാ. അപ്പം അതും ഓർഡർ തെറ്റിച്ചു. അതും കഴിഞ്ഞ് ഖബർ പണി കഴിഞ്ഞ് പൂർത്തിയായി തസ്ബീത്തൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണാൻ സാധിക്കും അവിടുത്തെ പള്ളിയിലത്തെ ഇമാമോ ഖത്തീബ് ആരെങ്കിലും വന്നിരുന്നിട്ട് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. തൽഖീൻ എന്ന് പറയും. ഈ ആയത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് കൊടുക്കണം. എല്ലാവരും മരിക്കും, നശിക്കും, നിന്റെ റബ്ബ് മാത്രം ലോകത്ത് ബാക്കിയാകും. എല്ലാ പണിയും കഴിഞ്ഞ് ഖബറൊക്കെ ഫിനിഷായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി ഉപദേശിക്കുകയാണ് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ പറഞ്ഞ് നിന്റെ അടുത്ത് 2 മലക്കുകൾ ഇപ്പോൾ വരും. അവർ നിന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നീ ഇന്ന ഉത്തരമൊക്കെ പറയണം. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ്റെ വീട്ടിൽ പോയിട്ട് പള്ളിയിൽ വരുമ്പോൾ കിട്ടണ ചാൻസ് കിട്ടുന്നിടത്ത് പറയുമ്പോൾ അവിടെ കൊടുക്കൂല. യാസീൻ സൂറത്ത് പറഞ്ഞു ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. സൂറത്തുൽ മുൽക്ക് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓതുന്നവർക്ക് സുരക്ഷയാണ്. സൂറത്തുർ റഹ്മാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അവന് പരലോകത്ത് രക്ഷപ്പെടാനുള്ള പല വഴി അതിൽ പറയുന്നുണ്ട്. അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. അല്ലാഹു തആല ആ ഗ്രന്ഥം പടച്ച റബ്ബ് മനുഷ്യർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് റഹ്മത്തായിട്ടാണ്. അതിലെ ഹലാലും ഹറാമും ഒക്കെ കേവലം ഒരു ഖബറിങ്ങൽ ചടങ്ങിന് വേണ്ടി ഖത്തമ് ചെയ്യാൻ വേണ്ടി ഖത്തപ്പുരക്കെട്ടി ഓതി തീർക്കാൻ വേണ്ടി തന്നതല്ല. അതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അർത്ഥമറിഞ്ഞ് പഠിക്കാൻ തന്നത് റബ്ബുൽ ആലമീന്റെ കലാമാ, അസീസുർ റഹീമിന്റെ കലാമാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ സൂറത്ത് ഗാഫിറിന്റെ 2-ാമത്തെ ആയത്ത്. അലീമായ അസീസായ അള്ളാഹു അവതരിപ്പിച്ചു തന്നതാണ്. തൻസീലും മിനർ റഹ്മാനിർ റഹീം സൂറത്ത് ഫുസ്സിലത്തിന്റെ 2-ാമത്തെ ആയത്ത്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ് സൂറത്തുൽ ജാസിയയിലെ 2-ാമത്തെ ആയത്ത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇങ്ങനെ പലയിടത്തും നമ്മൾ കാണാം. അള്ളാഹുവിനെ പറ്റി പറയുന്നിടത്താണല്ലോ പറയുന്നത് അള്ളാഹുവിൽ നിന്ന്, അസീസായ ഹമീദായ റഹീമായ റബ്ബിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കത് തുറന്നുകൂടാ? എന്തുകൊണ്ടത് പഠിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്കതിനു വേണ്ടി സമയം കണ്ടെത്തിക്കൂടാ? ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സദസ്സുകൾ കേരളത്തിൽ 100 കണക്കിന് പള്ളികളും അനുബന്ധമായി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ആലോചിച്ച് അതിനെ ക്രമീകരിച്ച് സിലബസ് കൊടുത്ത് അതിനു വേണ്ടുന്ന മൊഡ്യൂളുകൾ കൊടുത്ത് ഹാൻഡ് ബുക്ക് കൊടുത്ത് അങ്ങനെ ഇതിൻ്റെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രതിഫലം എന്തായിരിക്കും? നമ്മൾ ഈ നാട്ടിൽ ഇസ്ലാമികമായ ഈ ഒരു ദഅവ, വിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തിയാൽ, അനുബന്ധമായി അതിലേക്ക് ജനങ്ങൾ വന്ന ഒരു ആയത്ത് പഠിച്ചു പോയാൽ നമ്മുടെ കൂലി എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ എപ്പോഴും എന്തോ ആലോചിക്കേണ്ടെന്ന് ഞാൻ പോകുമ്പോൾ, ഇപ്പം നമ്മൾ നാട്ടിൽ ടൂറ് പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോഴൊക്കെ ഫാമിലിയായി പോണ നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട സദസ്സ് വരുന്നിടത്തൊക്കെ കുടുംബത്തിനെ ഒഴിവാക്കണം. അതിന് ഓരോ കാരണം നമ്മൾ പറയും, നമ്മൾ ഉണ്ടാക്കും. അത് അവിടെ വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ അവിടെ പണികളുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന പ്രശ്നമാണ്. ഇങ്ങനെ നമ്മൾ തന്നെ ഒരു കാരണം ഉണ്ടാക്കുന്നതിന് പകരം പരമാവധി കൂട്ടിക്കെട്ടാൻ പറ്റുന്നിടത്തൊക്കെ കുടുംബങ്ങളെ കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപാട് വിലാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് അവർ കേൾക്കണം, നമ്മുടെ കുടുംബം കേൾക്കണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ ഈ രംഗത്തൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കതൊക്കെ ഒരു കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇതൊന്നും വലിയ ഗൗരവമായിട്ട് കാണുന്നുണ്ടാവില്ല. അവർക്കറിയണം ഇതിൻ്റെ പുണ്യം എന്താണ്, ഇതിൻ്റെ പ്രതിഫലം എന്താണ്, ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്. അവരും കൂടി മനസ്സിലാക്കിയ നമ്മളെ അവർ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്ത് നമ്മളെ റെഡിയാക്കി തരും. ഇല്ലെങ്കിൽ വീട്ടിലെന്നും നിങ്ങൾക്കെന്നും ക്ലാസ്സാണ്, നിങ്ങൾക്കെന്നും മീറ്റിംഗ് ആണ്, നിങ്ങൾക്കെന്നും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നിരാശപ്പെടുത്തുന്ന പ്രയോഗങ്ങളായിരിക്കും വരിക. അവർക്കും കൂടെ ബോധ്യപ്പെട്ടാൽ, മക്കളോടൊക്കെ ഈ ദീനിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. കുടുംബത്തിൽ മക്കൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിലും
അവരുടെ കാർട്ടൂണുകളിലും അവരുടേതായ ഡോക്യുമെൻ്ററികളിലൊക്കെ ഇന്ന് പതുക്കെ പതുക്കെ വിഷം കുത്തിവെച്ച രംഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കുട്ടികൾ സ്ഥിരമായി കാണുന്ന പല പ്രോഗ്രാമുകൾ നിങ്ങൾ വീക്ഷിച്ചു നോക്കി. അപ്പോൾ അത് അപകടകരമായ ഇത്തരം സംഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലും അനുബന്ധമായ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ശക്തിയുക്തമായി നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്ന കുടുംബങ്ങളിൽ ഒരു വലിയ ഖൈറും ബറക്കത്തും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്രാവശ്യം വന്ന SSLC +2 റിസൾട്ടുകൾ. നമ്മൾ വെറും ഒരു പള്ളിയും ഇസ്ലാമി പ്രസ്ഥാനങ്ങളുമായി പോവുക മാത്രമല്ല, പഠനത്തിലും നമ്മൾ മുമ്പിൽ തന്നെയാണ് എന്ന് നമ്മുടെ കുട്ടികൾ തെളിയിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. നമ്മുടെ ആദം സാഹിബിൻ്റെ മകൻ ആദിൽ ആദം +2 ഫുൾ A+ നേടിയിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത നിങ്ങളെ കൂടെ അറിയിക്കുകയാണ്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളാണ്. അതോടൊപ്പം സ്കൂളിലെ പരീക്ഷയിൽ +2 ഫുൾ A+ നേടിയിട്ടുണ്ട്. അള്ളാഹു ആ മക്കൾക്ക് നല്ല ഉയർന്ന വിജയം 2 ലോകത്തും പടച്ചറബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ അഫ്രോസ് സാഹിബ് ഇടയ്ക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ വരാറുണ്ട്, ഖുതുബക്ക് വരാറുണ്ട്. അഫ്രോസ് സാഹിബിൻ്റെ മകൻ ഫിനോബിൻ SSLC പരീക്ഷയിൽ ഫുൾ A+ ആണ്. കൂടെ നമ്മളതിൽ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സമീർ സാഹിബിൻ്റെ മകൻ സഹല് 9 A+ഉം 1 A-യുമാണ് SSLC എക്സാമിൽ കിട്ടിയിരിക്കുന്നത്. എല്ലാം വലുത് തന്നെയാണ്, ഒന്നും ഒരു കുറവൊരു അതിൽ വരുന്നില്ല. അവരുടെ അധ്വാനമാണ്, അവർ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഭാഗമാണ്. പടച്ചറപ്പിൻ്റെ തൗഫീഖാണ്. അല്ലാഹു ഇത്തരം കുടുംബങ്ങൾക്കൊക്കെ ഇനിയും ഏറെ സന്തോഷിക്കാനും മക്കളെ കൊണ്ടുള്ള എല്ലാ കൺകുളിർമയും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മക്കൾക്കുള്ള ഒരു സമ്മാന വിതരണം ഇൻഷാ അല്ലാഹ് സിയാറി ക്ലാസ്സിൽ നടക്കുന്നുണ്ടാകും. നമ്മളൊക്കെ അതിൽ പറ്റുന്നവരൊക്കെ സഹകരിക്കണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനും പരസ്പരം സന്തോഷത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനുമൊക്കെ നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ഫضലും റഹ്മത്തും അവൻ നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ രോഗികളായ സഹോദരികൾ സഹോദരന്മാർ എല്ലാവർക്കും സമ്പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, നീ അവർക്ക് അവരുടെ യാത്രയും മറ്റുമെല്ലാം എളുപ്പമാക്കി കൊടുക്കണമേ. റഹ്മാനെ, മഖബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരിച്ചു വന്ന കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ അവർക്ക് നൽകണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام